വാടക വീട് അതൊന്നും ഇവിടെ ബാധകമല്ല. ഈ സക്കാത്തിന്റെ മുതൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് കടപ്പുറത്തുണ്ടെങ്കിലും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞേ 10 പവൻ ഒരാളത്ത് സ്വർണത്തിന്റെ കട്ടിയോടെ ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പൈസ ഉണ്ട്, 1,00,000 ഉണ്ട്, കടം കൊടുക്കാൻ വേറെയുണ്ട്, അത് കൊടുത്തിട്ടൊന്നുമില്ല. ഈ പൈസ ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കടക്കാരനാന്നുള്ളത് സക്കാത്തൊന്നും ഒഴിവാകാൻ ന്യായമല്ല. ആ മുതൽ ശുദ്ധിയാണെങ്കിൽ അത് സക്കാത്താണ് കൊടുക്കണം. ഈ കടക്കാർക്ക് കടം വീട്ടിക്കോട്ടെ, അതിങ്ങനെ ഇവിടെ ഇങ്ങനെ PF ഫണ്ട് മാസം ഇങ്ങനെ പോകുന്നതാണ് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ വലിയൊരു മുഫ്തി ഇവിടെ കേരളത്തിൽ ഫത്വ കൊടുത്ത് കണ്ടെന്ന് അറിയങ്ങൾ. ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഒരു പൈസ നമ്മളടുത്ത് വന്നിട്ട് എത്ര കൊല്ലണം? ഒരു കൊല്ലം. അപ്പോൾ നമ്മൾ മിൽക്കിൽ വന്നിട്ടൊരു കൊല്ലം തേണം എന്നുള്ളത് അത് അവിടെ ശരിയായിട്ടില്ല എന്നാണ് വലിയൊരു മുഫ്തി പറഞ്ഞത്, ഒരു ഉസ്താദ് പറഞ്ഞത്. കാരണം നമ്മളെ കയ്യിൽ വന്നിട്ടില്ല ആ പൈസ, നമ്മൾ മിൽക്കത് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കേണ്ടെന്നാണ് ഒരു മഹാനായ മുഫ്തി പറഞ്ഞത്. വേറെ ചിലവർ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ആണ്ട് കബലും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു ആധുനികമായ മോഡലാണ്. അതിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞവരുണ്ട്. കിട്ടാനുള്ള മുതലിനെ ഇത് കൊടുക്കണം, അത് കൊടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ കോയാമൂനോട് 1,00,000 കടം വാങ്ങി, ഞാനവിടെ വെച്ചു, എത്തും കാട്ടാതെ അവിടെ അങ്ങനെ വെച്ചു. എന്തോ ആവശ്യത്തിന് വാങ്ങി, എത്തും കാട്ടില്ല, അവിടെ അങ്ങനെ വെച്ചു, സ്റ്റോക്ക് ചെയ്തൊരു കൊല്ലായി. അപ്പോൾ അതിൻ്റെ സക്കാത്ത് ഞാനും കൊടുക്കണം, കോയാമും കൊടുക്കണം. കോയാമ എന്താ, കോയാമിന് 1,00,000 കിട്ടാണ്ടല്ലോ, 1,00,000 രണ്ടാം സക്കാത്ത്. കടം വാങ്ങി 1,00,000 ഞാൻ വാങ്ങിയില്ലേ കോയാമിനോട്, ആ 1,00,000 എൻ്റെ തന്നെയല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്തൂടെ? ഞാൻ ചെയ്തില്ല, ഞാനങ്ങനെ പാത്തിച്ചു, ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. ഈ കച്ചവടക്കാർക്കൊക്കെ പ്രശ്നം വരും. കച്ചവടക്കാർ ഞാൻ പറയട്ടെ, പീടിയേക്ക് സാധനം ഇങ്ങനെ ഉണ്ടെന്ന് നടക്കും. നമ്മൾ കൊല്ലം തരുമ്പോൾ നമ്മൾ പീടിയേക്കുള്ള സാധനത്തിൻ്റെ സ്റ്റോക്ക് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ 2% നമ്മൾ കൊടുക്കണം. ഇവിടെ കമ്പനിക്കാർ ഇറക്കി തന്ന ഓർക്ക് കിട്ടാനുള്ളത് എന്നുള്ളൊരു വകുപ്പൊരു ഓല് ഇതിന് എന്താക്കേണ്ടി വരും? മുതലിന് 2 കൂട്ടക്കാർ സക്കാത്ത് കൊടുക്കണ പല വകുപ്പുണ്ട്. കൊല്ലത്തോട് കൊല്ലം അതിന് യാതൊരു പോറൽ ഏൽക്കാതുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടുള്ളൂ സക്കാത്ത് കൊടുക്കണം. കടം വാങ്ങണമല്ലോ മിക്കവാറും എന്തെങ്കിലും ആവശ്യത്തിനേക്കാൾ വാങ്ങിയിട്ടുണ്ടാകുക, അങ്ങനെ പോകും. ഇനി ഒരുത്തം വാങ്ങി എന്തോ ചെയ്യണം കരുതി, എന്നെ കച്ചവടം തുടങ്ങണം എന്നൊക്കെ കരുതി കടം വാങ്ങിയാൽ ഓരോ തുടങ്ങിയില്ല, പൈസ ഇങ്ങനെ വെച്ചോടെ കൊല്ലായ എന്താക്കണം, സക്കാത്ത് കൊടുക്കണം. അതിലേറെ വിഷയം പിന്നെ ഈ കച്ചവടക്കാർക്കാണ്. ഈ ചോദ്യത്തിലുള്ളൊരു സംഗതി എനിക്ക് പേരായിട്ടല്ല കൂടി അതൊന്നും പറഞ്ഞിട്ട് വരല്ല കൂടിയില്ല, അല്ലെങ്കിൽ ഇത്ര രൂപ കടമുണ്ട്. അത് ഒരാൾക്ക് 10,00,000 ഉണ്ട്, ഇവിടെ 20,00,000 കടമുണ്ട് കൊടുക്കാൻ. എന്നാൽ ഈ 10,00,000 ഏത് കൊടുക്കണം സക്കാത്ത്? കൊല്ലം തന്നെയാണെങ്കിൽ. ഇല്ലെങ്കിൽ അയാൾ വേഗം കടം വീട്ടിക്കോട്ടെ, അതിങ്ങനെ കയ്യിൽ പാത്ത് വെച്ചുകൊണ്ട് കണ്ടല്ലോ. അജ്ജനൊക്കെ പോണ സമയത്ത് ഒരാളിപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്, അയാൾക്ക് കായ് വേണ്ടത്രല്ല, കമ്മിയാണെങ്കിൽ നമുക്ക് സക്കാത്ത് അയക്ക് കൊടുക്കാം. അജ്ജനോടെ പൈസ അരച്ചിട്ട് പൈസ ഒന്നുമില്ല, ആ പൈസ ഒരു കൊല്ലം ഞങ്ങൾ എന്തിനു കരുതി വെച്ചാലും പാടില്ല. കുട്ടിനെ കെട്ടിച്ചാൻ വേണ്ടി വെച്ചതാണ്, പൊന്ന് വാങ്ങാൻ വേണ്ടി പാത്ത് വെച്ചാൽ കൊല്ലായോ സക്കാത്ത് കൊടുക്കണം. അതുമ്പോൾ ഒരു തിരക്കടിയും പറ്റൂല.